ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റവ കേസരിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനൊരു ഗ്ലാസ് റവ വേണം. വറുത്ത ഈ റോസ്റ്റഡ് റവ കിട്ടില്ലേ കടകളിൽ നിന്ന് വാങ്ങിയ ഉപ്പുമാവിൻ്റെ, അത് മതി. അത് കഴിഞ്ഞാൽ അതിനകത്ത് അതേപോലെ തന്നെ ഒരേ ഗ്ലാസ്സിന് തന്നെ പഞ്ചസാര വേണം. പിന്നെ കുറച്ച് നെയ്യ് വേണം, കുറച്ച് ഫുഡ് കളർ വേണം, പിന്നെ കുറച്ച് ഏലക്ക വേണം. പിന്നെ അതിനകത്ത് വറുത്ത് ചേർക്കാനുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഇനി നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതായി. ഇനി നമുക്ക് മുന്തിരി ഇടാം. നമുക്ക് ആ മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ വറുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ വറുത്ത നെയ്യിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു കപ്പ് റവപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കണം. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് തിളപ്പിക്കണം. ഓക്കെ, നമുക്ക് ആ വെള്ളം ഇതാക്കി അത് ഇളക്കിയെടുക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് കളർ ചേർക്കാം. കളർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കാം. പക്ഷേ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ള കാരണം ഇവിടെ അധികം ആരും പഞ്ചസാര ഉപയോഗിക്കാറില്ല. ഓക്കെ, ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ നമ്മൾ ആ വറുത്ത വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിപ്പരിപ്പും ഇടാം. പിന്നെ നമുക്ക് ഒരു 50 ഗ്രാം നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ സ്വാദിഷ്ടമായ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.